ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ്, അഥവാ GTM. GTM എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നൊരു ടേമാണ് GTM എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക്കലി അതിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ അല്ല, പക്ഷെ ഞാൻ കാണുന്നൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് GTM എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ നമ്മളൊരു ആഡ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സെയിൽസ് ചാനൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ചാനൽ ഫിക്സ് ചെയ്തിട്ട് അതിലൊരു ആക്ടിവിറ്റി ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല GTM. അല്ലെങ്കിൽ GTM ഈസ് വേ മോർ ബിയോണ്ട് ദാറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എപ്പോഴും GTMനെ കാണുന്നത് ഇറ്റ് ഈസ് അവർ പാത്ത് ടു റവന്യൂ അല്ലെങ്കിൽ പാത്ത് ടു കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന ആ ഒരു ജേണിയെയാണ് നമ്മൾ GTM എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന വേ, അതിനെയും നമുക്ക് GTM എന്ന് പറയാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ സർവൈവലിലേക്കുള്ള നമ്മുടെ പാത്തിനെയും നമുക്ക് GTM എന്ന് പറയാം. അപ്പോൾ GTM എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു നെസസിറ്റി ആണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അതിലൊരു കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ GTMനെ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ GTMൽ കുറച്ചും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അത് എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ബിക്കോസ് ഇഫ് യു ആർ ബിൽഡിങ് എ സ്റ്റാർട്ടപ്പ്, അതിനെ പ്രോഫിറ്റബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അഗെയിൻ GTM ആണ് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനി ഇൻ ഷോർട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാർട്ടപ്പ് അതൊരു വെഹിക്കിളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറാണ് എന്നുണ്ടെങ്കിൽ, ആ കാറിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് അതിൻ്റെ GTM ആണ്. ബിക്കോസ് ആ എൻജിനാണ് നമ്മുടെ കാറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മളെ ആക്സിലറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഡിസ്ലറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ GTM ഇല്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കാർ എത്ര അടിപൊളി കാറാണെങ്കിലും, ഇനിയിപ്പോൾ ഒരു ഫെറാറി ആണെങ്കിൽ പോലും ആ എൻജിൻ ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ബോഡി മാത്രമാണ്, അതിനെ പേർപ്പസ് മീറ്റ് ചെയ്യില്ല. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് GTM. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നും വിശ്വസിക്കുന്നു. GTMനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻ്റലിജൻസ് ആണ്. മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നോളജ് മാത്രമല്ല, ആക്ച്വലി ഇറ്റ് ആക്ട്സ് ആസ് എ റഡാർ സിസ്റ്റം. നമ്മുടെ ഫൗണ്ടേഴ്സിന് അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനും അവരുടെ പൊസിഷൻ അറിയാനും, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാപ്സ് അറിയാനും, നമ്മുടെ വോയിഡ് സ്പേസസ് അറിയാൻ, മേ ബി നമ്മൾ എപ്പോൾ ആക്ട് ചെയ്യണം എപ്പോൾ ആക്ട് ചെയ്യരുത് എന്നുള്ള ഒരുപാട് ഡിസിഷൻസ് ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു റഡാർ സിസ്റ്റമാണ് ആക്ച്വലി മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു 360 ഡിഗ്രി നോളജാണ്. അപ്പോൾ അതിൽ ബേസിക്കലി ഒരു 4 ലെയറാണ് വരുന്നത്. ആ 4 ലെയറിൽ ആദ്യം വരുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ മാക്രോ എൻവയോൺമെൻറ്റ്. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു മാക്രോ ലെവൽ വ്യൂവിനെയാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. തേർഡ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ഫോർത്ത് ലെയർ ഈസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻ്റലിജൻസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ 4 ഏരിയാസ് ആയിരിക്കും. അപ്പോൾ ബേസിക്കലി മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം, അതായത് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എത്രത്തോളം ബിഗ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം വലിയ മാസ് കമ്മ്യൂണിറ്റിയാണ് ആ പ്രോബ്ലം പെയിൻഫുൾ ആയിട്ട് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഓൾറെഡി ആരെങ്കിലും സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം അതിനെ സോൾവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് സ്കെയിലിൽ അതിനെ സോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എവിടേക്കാണ് ആ ഗ്യാപ്സ് ഉള്ളത്, അൺഡിസേർവ്ഡ് സെഗ്മെൻറ്റ്സിലാണോ, ഔട്ട്ഡേറ്റഡ് മോഡൽസിലാണോ, അല്ലെങ്കിൽ എമേർജിങ് ബിഹേവിയേഴ്സിലാണോ, അത്തരത്തിലുള്ള എവിടേക്കാണ് ആ വോയിഡ് സ്പേസസ് അല്ലെങ്കിൽ ഗ്യാപ്സ് ഉള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നാലാമത്തെ ചോദ്യം ഇതിലെ റെഗുലേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൾച്ചറിൽ വരുന്ന ഷിഫ്റ്റ്, റെഗുലേഷൻസിൽ വരുന്ന ഷിഫ്റ്റ്. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ മാർക്കറ്റ് ഇൻ്റലിജൻസിലൂടെ ശരിക്കും കവർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതൊന്നും അറിയാതെ നമ്മൾ GTM ഡിവൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതും ഒരു ഫെയിലിയർ ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയറിലേക്ക് വരാം, അതായത് മാർക്കറ്റ് ഇൻ്റലിജൻസിൻ്റെ ഒരു മാക്രോ ലെവൽ വ്യൂ, അല്ലെങ്കിൽ ഒരു മാക്രോ എൻവയോൺമെൻറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് ഇത് എത്രത്തോളം വലിയ മാർക്കറ്റാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹൗ ബിഗ് ഈസ് ദി സ്പേസ്. ആ സ്പേസ് ഗ്രോയിങ് ആണോ അതോ ഷ്രിങ്കിങ് ആണോ.
അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു മാർക്കറ്റിലുള്ള നമ്മുടെ കോമ്പറ്റീറ്റിംഗ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബിസിനസ് മോഡൽസിൻ്റെയൊക്കെ യൂണിറ്റ് എക്കണോമിക്സ്. അതുപോലെ ദർ ആർ 2 കൈൻഡ് ഓഫ് മാർക്കറ്റ്സ് റൈറ്റ്. ഒന്ന് ഫ്രാഗ്മെൻറ്റഡ് മാർക്കറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വിന്നർ ടേക്സ് ഇറ്റ് ഓൾ കൈൻഡ് ഓഫ് മാർക്കറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എത്തരത്തിലുള്ള മാർക്കറ്റിലാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചോദിക്കേണ്ടത്. അതുപോലെ വീണ്ടും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ റെഗുലേറ്റഡ് ഈസ് ഇറ്റ് എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് ലെവലിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഡൈനാമിക്സ് ലെവലിലൊക്കെ എത്രത്തോളം റെഗുലേറ്റഡ് ആണ് ആ മാർക്കറ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവാനും വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. റിലയൻസ് ജിയോ. അതായത് റിലയൻസ് ജിയോൻ്റെ ടെലികോം സർവീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരെന്തൊക്കെയായിരിക്കും അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റ് ഇൻ്റലിജൻസിനെ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഈ റിലയൻസ് ജിയോ, അതായത് പ്രീ ജിയോ കാലഘട്ടം വെച്ച് നമുക്ക് തുടങ്ങാം. പ്രീ ജിയോ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്നൊരു കാലഘട്ടമായിരിക്കും, അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം തുടങ്ങുന്നൊരു സമയം. ആ സമയത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ പോലെ അത്ര ചീപ്പായിരുന്നില്ല. അന്ന് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു കമ്പയറിങ് ടു നമ്മുടെ ഇൻകം. അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനായി കഴിഞ്ഞാലൊക്കെ, ഫ്രണ്ട്സിനൊക്കെ അവരുടെ ഇൻകം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല അന്നത്തെ ഡാറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോളിംഗ് സർവീസും, നമ്മൾ കോൾ ചെയ്യാന്ന് പറയുന്നതും അത്രത്തോളം ചീപ്പായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും അവരെന്ത് ചിന്തിച്ചിട്ടായിരിക്കും ഇതൊരു ഫ്രീ സർവീസായിട്ട് അല്ലെങ്കിൽ ചീപ്പ് ഡാറ്റ ഈ മാർക്കറ്റിലേക്ക് അവർ ഫ്ലഡ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ള ആദ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസ് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കും. അതായത് ആളുകൾ സ്മാർട്ട് ഫോൺസ് ബൈ ചെയ്യുന്നു, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു, അതിൻ്റെ നമ്പേഴ്സ് ക്രമാതീതമായിട്ട് കൂടുന്നു എന്നുള്ളൊരു ട്രെൻഡ് അവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടുള്ള ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ട്രെൻഡ് നടക്കുന്ന സമയത്ത് മാർക്കറ്റിലേക്ക് നമ്മൾ ഡാറ്റ ചീപ്പായിട്ട് ഇറക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാറ്റ ചീപ്പായിട്ടുള്ള ഒരു എക്കണോമിയിൽ ദേ ക്യാൻ ബിൽഡ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഓൺ ടോപ്പ് ഓഫ് ഡാറ്റ എന്നുള്ളതാണ്. അവർക്ക് OTT കൊണ്ടുവരാം, അവർക്ക് ഇ-കൊമേഴ്സ് കൊണ്ടുവരാം, അവർക്ക് പേയ്മെൻറ്റ് സൊല്യൂഷൻസ് കൊണ്ടുവരാം. അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് ബിസിനസ്സസ് ഓൺ ടോപ്പ് ഓഫ് ചീപ്പ് ഡാറ്റ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് അവർ ഈ ജിയോ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ ഡീസെൻട്രലൈസ് ചെയ്യുന്നതും ഡാറ്റയെ ചീപ്പാക്കുന്നതും മാർക്കറ്റിൽ പെനിട്രേഷൻ വളരെ ഹൈ ആക്കുന്നതും. ആ ജിയോ കാലഘട്ടം, ജിയോൻ്റെ തുടക്ക കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോരുത്തരും ജിയോയിലേക്ക് മാറിയ ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിരുന്നു. അപ്പോൾ അത്രത്തോളം സ്പീഡിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുകയും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു ആ കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടായത്. നമ്മൾ ഡാറ്റ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ തുടങ്ങി, നമ്മൾ OTT പ്ലാറ്റ്ഫോംസിൽ വീഡിയോസ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇ-കൊമേഴ്സിൻ്റെ ഭയങ്കര ഒരു ബൂം വന്നു. അതിൻ്റെ കൂടെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസും വന്നു. അതിനുശേഷം ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാറ്റ്ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വെൽ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ശരിക്കും ചെയ്തത് ദേ എൻഡഡ് ലേറ്റ്, but with 4G and all IP network they made voice effectively free and data ultra cheap. അതിൻ്റെ കൂടെ തന്നെ അവർ ഫ്രീ ട്രയൽ ഉപയോഗിച്ചു. സോ ദിസ് ഈസ് നോട്ട് ജസ്റ്റ് മാർക്കറ്റിംഗ് ഗൈസ്, ദിസ് ഈസ് ഡീപ്പ് റീഡിങ് ഓഫ് മാർക്കറ്റ് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാക്രോ ലെവൽ ഇൻ്റലിജൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ മറ്റൊരു ലെയർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കസ്റ്റമർ ഇൻ്റലിജൻസ് ആണ്. അതായത് കസ്റ്റമേഴ്സിനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, അവരെ നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വെൻ ഇറ്റ് കംസ് ടു മാർക്കറ്റ് ഇൻ്റലിജൻസ്. അപ്പോൾ അതിൽ നമ്മൾ ചോദിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് തിങ് ഈസ് ഹൂ ഫീൽസ് ദിസ് പ്രോബ്ലം മോസ്റ്റ് പെയിൻഫുള്ളി എന്നുള്ളതാണ്. അതായത് ആർക്കാണ് ഇത് കൂടുതൽ പെയിൻഫുള്ളായി തോന്നുന്നത്, അതുപോലെ തന്നെ വാട്ട് ആർ ദേ ഡൂയിങ് ടുഡേ ആസ് എ വർക്ക് അറൗണ്ട്, ഇതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ പെയിൻ അവരെങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അത് അവർ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു, അതോ അവരുടെ ഫ്രസ്ട്രേഷൻ ഭയങ്കര എവിഡൻ്റ് ആണോ, അല്ലെങ്കിൽ വാട്ട് ഡു ദേ ആക്ച്വലി ഫിയർ ഓർ ആസ്പയർ ടു. ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും കസ്റ്റമർ ഇൻ്റലിജൻസ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്
ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് മീഷോ ആണ്. മീഷോ അവരുടെ കസ്റ്റമർ ഇൻ്റലിജൻസ് മാത്രം ഉപയോഗിച്ച് ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റാണ് പിന്നെ അവരുടെ എൻറ്റയർ GTM ആയിട്ട് മാറിയത്. കാരണം അവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് അവരുടെ GTM. അതൊരു പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ള ബ്രാൻഡാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. മീഷോ നമ്മളൊരു ഓവറോൾ വ്യൂവിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് അനദർ ഫ്ലിപ്കാർട്ട് ഓർ അനദർ ആമസോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷേ വളരെ ഡീപ്പായിട്ട് ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ മീഷോ എന്ന് പറയുന്നത് വെറും ഒരു മാർക്കറ്റ് പ്ലേസ് സൊല്യൂഷൻ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റൊരു ആമസോൺ അല്ല മീഷോ. മീഷോ എന്ന് പറയുന്നത് അതിനേക്കാളും ഡെപ്തുള്ള, അതിനേക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണ്. ഇന്ത്യൻ ഇ-കൊമേഴ്സ് സെക്ടർ തന്നെ റെവല്യൂഷനൈസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് ഇന്ന് മീഷോ മാറിക്കഴിഞ്ഞു. ആൻഡ് മീഷോ ഓൾറെഡി ബിക്കെയിം ദി ഫസ്റ്റ് പ്ലാറ്റ്ഫോം ടു ഗോ IPO ആ ഒരു സെക്ടറിൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മീഷോയിൽ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റമർ ഇൻ്റലിജൻസ് തന്നെയാണ്. കാരണം അവർ ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ആമസോൺ അല്ല. അവരുടെ പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു ബ്രില്യൻറ്റ്. There are millions of homemakers and small shop owners, especially women. അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക്, ഈ വുമൺ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അവർക്ക് വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, റിലേറ്റീവ്സ് വഴി അല്ലെങ്കിൽ നൈബേഴ്സ് വഴി അവർ ഇൻഫോർമലി സെല്ല് ചെയ്യുന്നൊരു കൾച്ചർ ഇന്ത്യയിലെ Tier 2, Tier 3, Tier 4 പ്ലേസസിൽ ഉണ്ട് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻവെൻട്രി റിസ്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ലോജിസ്റ്റിക്, ഹൈ ടെക് ടൂൾസ് അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഷോപ്പിഫൈ പോലത്തുള്ള പ്ലാറ്റ്ഫോംസ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല ഇവർ ഒരു റിയാലിറ്റിയും കൂടെ അവർ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ളൊരു കസ്റ്റമേഴ്സിനെ സേവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റാണ് പിന്നീട് മീഷോ ആയി മാറുന്നത്. നമ്മൾ മീഷോയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു കേസ് സ്റ്റഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മീഷോ എങ്ങനെ ഇവോൾവ് ആയി വന്നു, ഫാഷനിയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്നും ഇന്ന് കാണുന്ന മീഷോയിലേക്ക് വരുന്നു, അവർ ഇന്ന് എന്തൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് എന്നെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് മീഷോയിലേക്ക് പോകുന്നില്ല. പക്ഷേ മീഷോയുടെ കസ്റ്റമർ ഇൻ്റലിജൻസ് അത് പറയാണ്ട് നമുക്ക് GTMൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം വാട്ട് ഈസ് മീഷോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഷോ ഈസ് ബേസിക്കലി സപ്ലയേഴ്സ് ലിസ്റ്റ് പ്രൊഡക്ട്സ്. അവർ സപ്ലയേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുന്നു, അത് റീഷെയർ ചെയ്യാനും അല്ലെങ്കിൽ റീസെല് ചെയ്യാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി അവരുടെ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ റീസെല്ലേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു കമ്മ്യൂണിറ്റി വരുന്നു. ഈ റീസെല്ലേഴ്സ് വഴി അവരുടെ കമ്പനി ഗ്രോ ആവുന്നു, പുതിയ ആളുകളിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ബിസിനസ് മോഡലാണ് അവർ മീഷോയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് അഗെയിൻ ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് കസ്റ്റമർ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അപ്പം വാട്ട് ഈസ് കസ്റ്റമർ ഇൻ്റലിജൻസ് ഓഫ് മീഷോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ എ സിംഗിൾ സെൻറ്റൻസ് വി ക്യാൻ സേ their customer is not a D2C brand, their user is not a person from a Tier 1 or from a metro city. Their user is a WhatsApp auntie who wants 5K to 15K per month extra without a risk എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി അതാണ് അവരുടെ കസ്റ്റമർ ഇൻ്റലിജൻസ്. ആ കസ്റ്റമർ ഇൻ്റലിജൻസിൻ്റെ ടോപ്പിലാണ് അവരത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇൻ്റലിജൻസിൽ അടുത്ത ലെയർ വരുന്നത് കോമ്പറ്റീറ്റേഴ്സാണ്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ മനസ്സിലാക്കുക, അവരുടെ പ്രോസും കോൺസും മനസ്സിലാക്കുക, അവരുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ഈസ് അഗൈൻ എ ബ്രില്യൻ സ്ട്രാറ്റജീസ് ടു അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഏരിയാസ് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹൂ ആർ ദി ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാട്ട് ആർ ദെയർ ബിസിനസ് മോഡൽസ് ആൻഡ് യൂണിറ്റ് എക്കണോമിക്സ്. അതുപോലെ അവരുടെ കസ്റ്റമേഴ്സ് എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണ്, ആ ഫ്രസ്ട്രേഷൻ അവരെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, പിന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വോയിഡ് സ്പേസസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദേ ബ്ലൈൻഡ് ടു എന്ന് പറയുന്ന ഒരു ഏരിയ. ഇത്തരം ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമുക്ക് കോമ്പറ്റീറ്റർ അനാലിസിസിലൂടെ നമുക്ക് ആ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെറോദോ ഈസ് അഗൈൻ എ വെരി ബിഗ് എക്സാമ്പിൾ. കാരണം സെറോദോയുടെ കോമ്പറ്റീറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറോദോ തുടങ്ങുന്ന ഒരു സമയത്ത് മേ ബി അവർക്ക് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലെങ്കിൽ പോലും കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് ദർ വർ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അന്ന് ബ്രോക്കേഴ്സ് ഉണ്ട്, ബ്രോക്കേഴ്സ് പെർസെൻറ്റേജ് ബേസ്ഡ് ഫീസ് മേടിക്കുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽ സ്റ്റോക്ക് മാർക്കറ്റ് ഏജൻസികളിൽ പോയിട്ട് അവർ ഫിസിക്കലി ഈ ഒരു പരിപാടി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ട്രേഡിംഗ് പരിപാടികളെല്ലാം നടക്കുന്ന ഒരു സമയത്താണ് അവർ ഒരു ടെക് സ്റ്റാക്കുമായിട്ട് വരുന്നത്. അപ്പോൾ അവർ ആരെയാണ് ആക്ച്വലി ടാർഗറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമർ ഇൻ്റലിജൻസ് അടിപൊളിയായിരുന്നു. അവർ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരെയും സെർവ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല. ദേ വർ ആക്ച്വലി ഫോക്കസിങ് ഓൺ പീപ്പിൾ ഹു ക്യാൻ അഡാപ്റ്റ് ടു എ ടെക് സ്റ്റാക്ക് വെരി ഈസിലി. അതായിരുന്നു അവരുടെ ഫസ്റ്റ് തോട്ട്.
ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നോ വൺ ഹാഡ് റിയലി പൊസിഷൻഡ് എനി പ്ലാറ്റ്ഫോംസ് ആസ് എ ലോ കോസ്റ്റ് ടെക് ഫസ്റ്റ് ബ്രോക്കർ. അതൊരു വലിയ സ്പേസ് ആയിരുന്നു. ആ സ്പേസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആക്ച്വലി അവരുടെ സെറോദ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും ഒരു അടിപൊളി കോമ്പറ്റീറ്റർ ഇൻ്റലിജൻസ് ആണ്. അവരുടെ കോമ്പറ്റീറ്റേഴ്സിന് മനസ്സിലാക്കുന്നു അവിടെ ബ്രോക്കറേജ് കൂടുതലാണ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട് അവരുടെ കോമ്പറ്റീറ്റേഴ്സിന്. അതുപോലെ തന്നെ ടെക് ഫസ്റ്റ് അല്ല ഇനി ഏതെങ്കിലും ടെക് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇറ്റ് വാസ് നോട്ട് വെരി യൂസർ ഫ്രണ്ട്ലി. അപ്പോൾ അങ്ങനത്തെ സ്പേസസ് മനസ്സിലാക്കി കറക്റ്റ് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് നൗ ഇന്ത്യാസ് മോസ്റ്റ് ഐക്കോണിക് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഐക്കോണിക് ടെക് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് സെറോദ ദേ ഹാവ് മെയ്ഡ് യൂസ് ഓഫ് ദെയർ കോമ്പറ്റീറ്റർ ഇൻ്റലിജൻസ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ലെയർ വരുന്നത് കോണ്ടെക്സ്റ്റ് ഇൻ്റലിജൻസ് ആണ്. മാർക്കറ്റ് ഇൻ്റലിജൻസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് കോണ്ടെക്സ്റ്റ് ഇൻ്റലിജൻസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഓരോ ഫൗണ്ടർക്കും വേണ്ട ഒരു കഴിവാണ്. ഇതാണ് നമ്മളെ പിവോട്ട് ചെയ്യാനും നമ്മളെ സ്കെയിൽ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം കൂടെ. അതായത് നമ്മൾ ബേസിക്കലി ടൈമിംഗ് മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ട്രെൻഡ്സ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് കോണ്ടെക്സ്റ്റ് ഇൻ്റലിജൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ മേജറായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഏരിയാസ് അല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വാട്ട് മാക്രോ ട്രെൻഡ്സ് ആർ ടെയിൽ വിൻസ് എന്നുള്ളതാണ്. അതായത് ടെക് റിലേറ്റഡ് ആവാം, കൾച്ചർ റിലേറ്റഡ് ആവാം, റെഗുലേഷൻ റിലേറ്റഡ് ആവാം. എങ്ങനെ ഏത് രീതിയിലും എന്തൊക്കെ ട്രെൻഡ്സ് വരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ ബിഹേവിയേഴ്സാണ് എമേർജ് ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എന്തൊക്കെ കാര്യങ്ങൾ 3 വർഷം കഴിഞ്ഞാലുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ട്രെൻഡ്സിനെ കുറിച്ചുള്ള ടൈമിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കോണ്ടെക്സ്റ്റ് ഇൻ്റലിജൻസ്. ബേസിക്കലി ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സക്സസ്ഫുൾ ബ്രാൻഡ്സും ഈ കോണ്ടെക്സ്റ്റ് ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സ്കെയിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സ് ആയിരിക്കും. അങ്ങനെ കോണ്ടെക്സ്റ്റ് ഇൻ്റലിജൻസ് കൂടുതൽ ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രികൾ തന്നെ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. അതിലൊരു വെരി ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് ശരിക്കും ക്യൂക്കോമേഴ്സ്, അല്ലെങ്കിൽ സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് പോലെയുള്ള ബ്രാൻഡ്സൊക്കെ വന്നിട്ടുള്ളത്. ബിക്കോസ് ഓൾറെഡി ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു, ഈവൻ ഗ്രോസറി ഡെലിവറീസും ഒരു പരിധിവരെ Tier 1 സിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അവർ മനസ്സിലാക്കിയ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്ത അല്ലെങ്കിൽ വളരെ ഡൈനാമിക് ആയിട്ട് ബൈയിങ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് കൺവീനിയൻസ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ കൺവീനിയൻസിനും വേണ്ടിയിട്ട് അവർ പേ ചെയ്യുമെന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഷിഫ്റ്റ്. ആ കൾച്ചറൽ ഷിഫ്റ്റിൻ്റെ മേലെയാണ് ശരിക്കും ക്വിക്കോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഡസ്ട്രി തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ബേസിക്കലി ആ ഒരു ട്രെൻഡ് ഏർലി സ്റ്റേജിൽ മനസ്സിലാക്കിയിട്ടുള്ളവരൊക്കെ അത് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം കോണ്ടെക്സ്റ്റ് ഇൻ്റലിജൻസ് ബേസിക്കലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. ബിക്കോസ് ഒരു ഇൻഡസ്ട്രി തന്നെ കോണ്ടെക്സ്റ്റ് ഇൻ്റലിജൻസ് കാരണം, അല്ലെങ്കിൽ കൾച്ചറിൽ വരുന്ന ഷിഫ്റ്റ് അനലൈസ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി തന്നെ നമുക്ക് അതിനൊരു അടിപൊളി എക്സാമ്പിളാണ്. സോ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇൻ്റലിജൻസിൽ പറഞ്ഞിട്ടുള്ള അത്രയും കാര്യങ്ങൾ അതിനെ ഞാൻ വളരെ ഒരു നെറ്റ്ഷെല്ലായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഫോർ എ റെഫറൻസ്. അപ്പോൾ ഒരു ഫൗണ്ടർ എങ്ങനെയായിരിക്കണം മാർക്കറ്റ് ഇൻ്റലിജൻസ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അവർ മാർക്കറ്റ് ഇൻ്റലിജൻസ് പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെൻറ്റ് വേസ്. അത് നമ്മുടെ സെക്ടർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടാണ്. ഒരുപാട് വഴികളുണ്ട്. ഇതിലേത് വഴി ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ മാത്രം ഇൻ്റലിജൻസ് ആണ്, നമ്മുടെ ഫൗണ്ടറിൻ്റെ ഇൻ്റലിജൻസ് ആണ് മാർക്കറ്റ് ഇൻ്റലിജൻസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് വർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുറച്ച് വഴികളിൽ ഒരു 2 or 3 ways മേ ബി ഐ ക്യാൻ ഷെയർ ദാറ്റ്. അതിലെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡീപ്പ് കോൺവേഴ്സേഷൻ വിത്ത് കസ്റ്റമേഴ്സ് തന്നെയാണ്. നിങ്ങളെപ്പോഴും ഒരു 20-30 കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും കോൺവേഴ്സ് ചെയ്യുക, അവരുടെ ഗസ്സസ് എടുക്കുക എന്നുള്ളതാണ്. ബേസിക്കലി നിങ്ങൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവർ കുറേ ഉത്തരങ്ങൾ പറയുന്നു, അങ്ങനെ ആവരുത്. അതൊരു വെരി ഓർഗാനിക് കോൺവേഴ്സേഷൻ ആയിരിക്കണം. നിങ്ങൾ പിച്ച് ചെയ്യുന്ന പോലെ ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യരുത്. അപ്പം നിങ്ങൾ ചോദിക്കേണ്ടത്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രോബ്ലമാണ് അതിലൂടെ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ് വർക്ക് ആയില്ല അപ്പോൾ നിങ്ങൾ വൈ ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വൈ എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ എക്സും വൈയും വർക്ക് ആവുന്നില്ല, ഇസഡ് എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്ക് വർക്ക് ആവുമെങ്കിൽ അതെങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്കിത് ഏത് രീതിയിലും അവരോട് ചോദിക്കാം. നിങ്ങൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടാനും വേണ്ടിയിട്ടൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ആ ഫ്രസ്ട്രേഷൻ ഇൻടു വില്ലിങ്നെസ് ടു പേ, ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുമ്പോഴാണ് ശരിക്കും ഇതൊരു അടിപൊളി
മാർക്കറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു അടിപൊളി സെഗ്മെൻ്റായി മാറുന്നത് അപ്പോഴാണ്. അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഫ്രസ്ട്രേഷനും വില്ലിങ്നെസ് ടു പേയും, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വർക്ക് ആയാൽ മാത്രമാണ് അവിടെ പെട്ടെന്ന് ഓർഗാനിക്കായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ പാറ്റേണും വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരു കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും ട്രൈ ചെയ്യുന്നത്. പിന്നെ രണ്ടാമതൊരു വഴി എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ്സ് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ്സ് മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are different ways to do that. There are direct competitors where there are like almost similar products, and there are indirect competitors where there are different solutions but they solve the same problem or they does the same job. അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് മാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്കൊരു പരിധി വരെ ആ മാർക്കറ്റിൻ്റെ ഒരു ഡൈനാമിക്സ് പഠിക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇനി മറ്റൊരു വഴി എന്ന് പറയുന്നത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നതാണ് കസ്റ്റമർ കംപ്ലയിൻസിനെ. അപ്പോൾ അതായത് കസ്റ്റമർ കംപ്ലയിൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിന് എടുക്കാം, നമ്മളൊരു D2C ബ്രാൻഡ് എടുക്കാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കാം, അവരുടെയൊക്കെ റിവ്യൂസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് AI ഒക്കെ ഉണ്ട്, നമുക്ക് റിവ്യൂ മൊത്തത്തിൽ എടുത്തു തരുന്ന കൈൻഡ് ഓഫ് AI പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിലും നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലുള്ള സ്പേസസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് റിവ്യൂസ് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനനുസരിച്ച് ആ സെഗ്മെൻറ്റിൽ പോയിട്ട് റിവ്യൂസ് എടുക്കുക. ആ റിവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിവ്യൂസിൽ എന്തുകൊണ്ടാണ് ഇവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് ഇവർ ഫ്രസ്ട്രേറ്റഡ് ആവണമെന്ന് കറക്റ്റ് മനസ്സിലാവും. അതിന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് കഴിഞ്ഞാലും യു ക്യാൻ ബിൽഡ് എ വെരി യൂണിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അതൊരു എപ്പോഴും വർക്കാവുന്ന ഒരു കാര്യമല്ല, പക്ഷേ ചില ഇൻഡസ്ട്രിയിലൊക്കെ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്കാവും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കസ്റ്റമർ ഇൻസൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ കസ്റ്റമർ ഇൻസൈറ്റ് എന്ന് പറയുന്ന വേർഡിന് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ടേമിന് മേ ബി യു വിൽ ഫൈൻഡ് എ ഡിഫറെൻറ്റ് വൈഡ് വെറൈറ്റി ഓഫ് ഡെഫിനിഷൻസ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഡെഫിനിഷൻ ഇത് എൻ്റെ പേഴ്സണൽ ഡെഫിനിഷനാണ്. ഇതൊന്നും ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻസ് ആവണമെന്നില്ല. സോ ബേസിക്കലി കസ്റ്റമർ ഇൻസൈറ്റ് ഈസ് എ നോൺ ഒബ്വിയസ് ട്രൂത്ത് അബൌട്ട് യുവർ കസ്റ്റമർ ദാറ്റ് ചേഞ്ചസ് ഹൗ യു ബിൽഡ് ആൻഡ് ഹൗ യു സെൽ. ഇതാണ് ഞാൻ എപ്പോഴും കസ്റ്റമർ ഇൻസൈറ്റിനും കൊടുക്കുന്ന ഡെഫിനിഷൻ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഡെഫിനിഷൻ എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയാം, നിങ്ങൾക്ക് അതിലൂടെ തന്നെ മനസ്സിലാവും. ഒരു പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം, ഒരു ഫിറ്റ്നസ് പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഫിറ്റ്നസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഫിറ്റ്നസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കാം. ആരാണ് അവരുടെ കസ്റ്റമേഴ്സ്? ഫോർ വുമൻസ് ആണ്. വുമൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങിനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആരാണ് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി യു ക്യാൻ സേ ലൈക്ക് Tier 1 സിറ്റിയിലുള്ള ഇത്ര ഇൻകം കിട്ടുന്ന വുമൺ ആണെന്ന് അവർക്ക് പറയാം, അല്ലേ? ഇത് ശരിക്കും ഒരു കസ്റ്റമർ ഇൻസൈറ്റ് ആണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ ഇൻസൈറ്റ് ഇതല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഡെമോഗ്രാഫിക്സ് ആയിട്ട് പറയാം. പക്ഷേ കസ്റ്റമർ ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെൻറ്റ് റീസൺസ് വൈ പീപ്പിൾ ചൂസ് ഫിറ്റ്നസ് പ്ലാറ്റ്ഫോംസ്, റൈറ്റ്? ദർ ആർ ഡിഫറെൻറ്റ് റീസൺസ്. കാരണം മേ ബി എനിക്ക് ജസ്റ്റ് ഫിറ്റ് ആവണം, ഞാൻ ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോകുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും ഹെൽത്ത് ഡിസീസസ്, അല്ലെങ്കിൽ ഇപ്പം വിമൺ ആണെങ്കിൽ PCOS PCOD പോലെയുള്ള കണ്ടീഷൻസ് കാരണം പോകുന്നവരുണ്ടാവാം. മീൻസ് ഫിറ്റ്നസ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇനി ഇതൊന്നുമല്ല, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഈ റീസണിനെ കൊണ്ട് എനിക്ക് ഷേപ്പ് വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കാണുമ്പം ലൈക്ക് നല്ലൊരു ഫിഗർ ആയിരിക്കണം എന്നുള്ള രീതിയിൽ, നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പോകുന്നവരുണ്ടാവാം. അപ്പം ബേസിക്കലി കസ്റ്റമർ ഇൻസൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള സെഗ്മെൻറ്റ്സ് ഒക്കെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സാണ്. നമ്മൾ GTM ഡിസൈൻ ചെയ്യേണ്ടത്, നമ്മൾ ഈവൻ കോപ്പിറൈറ്റ് ചെയ്യേണ്ടത് വരെ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കണം ഈ ഓരോ കസ്റ്റമേഴ്സിനും എന്നുള്ളതാണ്. അപ്പം മേ ബി ഞാൻ ഈ ഫിറ്റ്നസ് രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ കോൺഫിഡൻസ് വരാത്തവരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കസ്റ്റമർ ഇൻസൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന GTMs നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ PCOS അല്ലെങ്കിൽ PCOD പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന GTM സ്ട്രാറ്റജീസ് ആലോചിച്ച് നോക്കുക. പക്ഷേ ബേസിക്കലി രണ്ടിലും കൊടുക്കുന്ന പ്രൊഡക്റ്റ് സെയിം ആണ്, രണ്ടിലും കൊടുക്കുന്ന സർവീസസ് സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ ഇൻസൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബ്രില്യൻ്റ് എക്സാമ്പിൾ. ബിക്കോസ് ഇറ്റ് ആക്ച്വലി ചേഞ്ചസ് ഹൗ ദ വേ യു ബിൽഡ് അല്ലെങ്കിൽ ഹൗ യു ബിൽഡ് എന്നുള്ളതാണ്. സോ ഇതാണ് കസ്റ്റമർ ഇൻസൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഫോർ ദി സെയിം റീസൺ കസ്റ്റമർ ഇൻസൈറ്റ് ഈസ് ബേസിക്കലി എ ഇൻ്റർസെക്ഷൻ ഓഫ് ഇമോഷൻ, കോണ്ടെക്സ്റ്റ് ആൻഡ് ബിഹേവിയർ എന്നുള്ളതാണ്. ഇമോഷൻ എന്ന് പറയുമ്പം ഫിയർ, ആസ്പിറേഷൻ പോലെയുള്ള, കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പം അത് അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല, എന്ത് പറയുന്നു, എന്ത് പറയുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്തരം
കാര്യങ്ങളുടെയൊക്കെ ഒരു ഇൻ്റർസെക്ഷനെയാണ് ഞാൻ ആക്ച്വലി കസ്റ്റമർ ഇൻസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കസ്റ്റമർ ഇൻസൈറ്റ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ ഇൻസൈറ്റ് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതെല്ലാം അതുപോലെ എടുക്കുന്നതും ശരിക്കും ഒരു മണ്ടത്തരമാണ്. നമ്മൾ കുറച്ചും കൂടെ അതിൽ ബിഹേവിയർ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആക്ച്വലി സേസ് ഐ ഡു കെയർ അബൌട്ട് പ്രൈവസി എന്നുള്ളതല്ലേ, അല്ലെങ്കിൽ പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഷെയർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യില്ല, പ്രൈവസി ആണെന്നൊക്കെ പറയുന്നവർ. ബട്ട് ആക്ച്വലി ഇതേ ആളുകൾ തന്നെ ചിലപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ആയി വന്നിട്ട് OTP ചോദിച്ചു കഴിഞ്ഞാൽ അവർ OTP കൊടുക്കും. അപ്പോൾ ബേസിക്കലി അവർ സംസാരിക്കുന്നത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ അവരുടെ ബിഹേവിയറും കൂടെ വാച്ച് ചെയ്യണം. ബിഹേവിയർ വാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ ദേ മൂവ്, ദ വേ ദേ ടോക്ക്, ദ വേ ദേ ലിസൺ, അങ്ങനെ ഒരു 360 ഡിഗ്രിയിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാസ്റ്റ് ബിഹേവിയറിനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ സെക്കൻഡ് തിങ് ഈസ് വർക്ക് അറൗണ്ട്സ് എന്ന് പറയുമ്പം അവർ ഈ കാര്യം ഇന്നെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, നാളെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ എങ്ങനെ മാനേജ് ചെയ്തു, ആ പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് വർക്ക് അറൗണ്ട്സിലൂടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഒരു പെയിൻ ഉണ്ട്, ഇത് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ള ചോദ്യം, അത്തരം ചോദ്യങ്ങളായിരിക്കണം കോൺസിക്വൻസസ് പാർട്ടിലെടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കസ്റ്റമർ ഇൻസൈറ്റ് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്ന ഒരു എക്സാമ്പിളാണ് ശരിക്കും മീഷോയിലെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Tier 3 അല്ലെങ്കിൽ Tier 2, Tier 3, Tier 4 പ്ലേസസിലേക്കുള്ള ഹൗസ് ഹോൾഡ് വുമൺ ആണ്. അപ്പോൾ ആ വുമൺ ആസ് കസ്റ്റമേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു സർഫസ് ലെവൽ നീഡ് എടുക്കുമ്പോൾ അവർക്ക് they want to work from home and earn from home. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇതാണ് സർഫസ് ലെവൽ നീഡ്. പക്ഷെ അങ്ങനെ മാത്രം നമ്മളൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മീഷോ ഒരിക്കലും ഇന്നുള്ള മീഷോ ആയിരിക്കില്ലായിരുന്നു. പക്ഷെ അവർ ഡീപ്പറായിട്ട് പോകുമ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ള ഇൻസൈറ്റ്സ് എന്തൊക്കെയായിരിക്കും? they might have understood that they don't want to take inventory risk. അതുപോലെ കോംപ്ലക്സ് ടെക്നോളജീസ് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആൻഡ് വാട്സപ്പ് ഓർ സോഷ്യൽ മീഡിയ വഴിയൊക്കെ സെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ ഫ്ലെക്സിബിലിറ്റിയും സോഷ്യൽ വാലിഡേഷനും ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് ശരിക്കും മീഷോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് മീഷോ ഈസ് നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ എ മോഡൽ വേർ ദേ ക്യാൻ റീസെൽ ഫ്രം കാറ്റലോഗ്സ് ആൻഡ് ഓൾ ലോജിസ്റ്റിക്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ ആക്ച്വലി ഹാൻഡിൽഡ് ബൈ ദ പ്ലാറ്റ്ഫോം ഇറ്റ്സെൽഫ്. അപ്പോൾ അതിൻ്റെ യൂസേഴ്സിന് അതിന് റിസ്ക് ഒന്നുമില്ല. പിന്നെ എല്ലാ വർക്ക് ഫ്ലോവും വാട്സപ്പ് ഫസ്റ്റ് ആണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ദർ ഈസ് എ വാട്സപ്പ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ദിസ് ഈസ് വൈ മീഷോ ഡിഡ്ന്റ് ജസ്റ്റ് ബിക്കം അനദർ ആമസോൺ. ഇറ്റ് ഹാസ് ബിക്കം എ ടൂൾ ഫോർ സ്മോൾ സോഷ്യൽ സെല്ലേഴ്സ്, എസ്പെഷ്യലി വുമൺ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കസ്റ്റമർ ഇൻസൈറ്റ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്തത് പറയാനുള്ളത് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ആണ്. വാട്ട് ഈസ് സെഗ്മെൻറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആൻസർ ഈസ് മാർക്കറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റുന്നതിനെയാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ മീനിങ് ഫുൾ വേസിൽ നമുക്ക് GTM ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. സോ ബേസിക്കലി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഈസ് ഡിവൈഡിങ് ദ മാർക്കറ്റിംഗ് ഇൻ ടു മീനിങ് ഫുൾ ഗ്രൂപ്പ് സോ യു ക്യാൻ ഫോക്കസ് യുവർ GTM on the few who will love you the most എന്നുള്ളതാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു ഡു ദിസ് ഡിവിഷൻ അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റേഷൻ ചെയ്യാൻ ദർ ആർ ഡിഫറെൻറ്റ് വേസ്. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡെമോഗ്രഫിക്സ് ആണ്. ഏജ്, ലൊക്കേഷൻ, ഇൻകം, അതുപോലെ തന്നെ അവരുടെ ജെൻഡർ പോലുള്ള കാര്യങ്ങൾ. അതുപോലെ ബേസിക്കലി ബിഹേവിയർ, അവർ എത്രത്തോളം ഹെവി യൂസേഴ്സാണ്, ലൈറ്റ് യൂസേഴ്സാണ്, അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണോ ഇഷ്ടം, DIY ആണ് ഇഷ്ടം. അതുപോലെ എല്ലാ സൈക്കോഗ്രഫിക്സും, റിസ്ക് അവേഴ്സ്, എക്സ്പെരിമെൻറ്റേഷൻസ്, അവരുടെ സ്റ്റാറ്റസ്, ഇൻകം, അതുപോലെ ഏത് സ്റ്റേജിലാണ് അവർ, നോൺ യൂസേഴ്സ്, ട്രയൽ യൂസേഴ്സ്, റെഗുലർ യൂസേഴ്സ്, അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ബെസ്റ്റ് GTM എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും സെർവ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇന്ന ചെറിയ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും GTM ഉണ്ടാക്കാനുള്ള ദ ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ എടുക്കാം, സെറോദ. അപ്പോൾ സെറോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സെറോദയുടെ കസ്റ്റമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻസ് ഹു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതല്ല. അങ്ങനെ ആകുമ്പോൾ അത് ഭയങ്കര ബ്രോഡർ കമ്മ്യൂണിറ്റിയായി. അതിലേക്ക് GTM ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ GTM ക്രിയേറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ സക്സസ് റേറ്റ് ഒക്കെ ഭയങ്കര ശോകമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യാനും പാടില്ല. അപ്പോൾ ആരാണ് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടെക് സാവി, പ്രൈസ് സെൻസിറ്റീവ്, സെൽഫ് ഡയറക്റ്റഡ് ട്രേഡേഴ്സ്, അതുപോലെ ഹു ഹേറ്റഡ് പേയിങ് ഹൈ പെർസെൻറ്റേജ് ബ്രോക്കേഴ്സ്,
or who were okay using an online platform without a relationship manager. ഇതിനെയാണ് നമ്മളൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആ വലിയ കമ്മ്യൂണിറ്റി നേരെ ഡൗൺ ചെയ്ത് ഫണൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തി. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കണം നിങ്ങളുടെ GTM നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ടാർഗറ്റ് സെഗ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഈസി പ്രോസസ്സ് ഞാൻ പറഞ്ഞത്, ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സ്. അതിലെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. യു ക്യാൻ ആസ്ക് യുവർ സെൽഫ് ദാറ്റ് ലൈക്ക് വാട്ട് ഈസ് മൈ ബെസ്റ്റ് കസ്റ്റമർ കംപ്ലൈൻറ്റ് അബൌട്ട് വെൻ ഐ ആം നോട്ട് ഇൻ ദ റൂം. അല്ലെങ്കിൽ or maybe you can ask like what outcome are they secretly hoping, or what are they expecting, or what are they actually seeking for what they are not saying aloud, right? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ട്. ആ ഇൻസൈറ്റിൽ നിന്നും നിങ്ങൾ അവരെ സെഗ്മെൻറ്റ് ചെയ്യേണ്ടത് 3 രീതിയിലായിരിക്കണം. അതിലെ ഫസ്റ്റ് തിങ് ഈസ് ഹെൽ യെസ് സെഗ്മെൻറ്റ്. ഹെൽ യെസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി ഹൈ പെയിൻ, ഹൈ അർജൻസി ആൻഡ് ഓൾറെഡി pretty much searching for a solution. Second segment is maybe later segment. Maybe later segment എന്ന് പറഞ്ഞാൽ they have pain but no urgency. And the third segment is ignore for now segment, like low pain, low urgency. So your early GTM should focus only on the hell yes segment. ആ hell yes segment വെച്ചിട്ടായിരിക്കണം നമ്മുടെ എൻ്റയർ GTM നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും അവിടെ വെച്ചായിരിക്കണം നമ്മൾ തുടങ്ങുന്നതും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ചെയ്യാനുള്ള ഒരു ഈസി മാർഗം. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിന്, നിങ്ങളുടെ കമ്പനിക്ക് ഇന്ന് ഏതാണ് ആ ഹെൽ യെസ് സെഗ്മെൻറ്റ്. ആ ഹെൽ യെസ് സെഗ്മെൻറ്റിലേക്കായിരിക്കണം നിങ്ങളുടെ ഇനീഷ്യൽ GTM പ്ലാൻസ് എല്ലാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് വാല്യൂ പ്രപ്പോസിഷൻ. വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ വൈ എ കസ്റ്റമർ ഷുഡ് സ്പെസിഫിക്കലി ചൂസ് യുവർ പ്ലാറ്റ്ഫോം ആൻഡ് വൈ നൗ. ഈ 2 കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ശരിക്കും വാല്യൂ പ്രപ്പോസിഷൻ. അപ്പോൾ ഒരു ഗുഡ് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ക്ലിയർ ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കും, ഔട്ട്കം ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഡിഫറൻറ്റും ആയിരിക്കും. ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനും വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. വി ആർ ആൻ വെരി ഇന്നോവേറ്റീവ് AI enabled ടെക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എഡ്ടെക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഭയങ്കര വേഗമായിട്ടുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെ നമുക്കൊരിക്കലും ഒരു പൊസിഷനിങ് ആയിട്ട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ബാഡ് പൊസിഷൻ. റൈറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് വി ഹെൽപ്പ് നീറ്റ് ആസ്പിരൻസ് റിവൈസ് 10x faster in the last 60 days using bite-sized quizzes and instant feedback without needing 6-hour coaching marathons. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ഹൂ ഇറ്റ് ഈസ് ഫോർ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വാട്ട് ദേ ഗെറ്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഹൗ ഈസ് ഇറ്റ് ബെറ്റർ, ചീപ്പർ, ഫാസ്റ്റർ, സേഫർ. ഇതിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വെൻ ഇറ്റ് മാറ്റേഴ്സ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു ഗുഡ് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് വാട്ട് ഈസ് പൊസിഷനിങ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കമ്പനിയെ നിങ്ങൾ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഈസിയസ്റ്റ് വേ, നിങ്ങളുടെ ബ്രാൻഡ് നെയിം പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേര് പറയുമ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എന്ത് ഓർമ്മ വരുന്നു അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പൊസിഷനിങ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ മെൻ്റൽ സ്ലോട്ട് യു ഓക്യുപ്പൈ ഇൻ യുവർ കസ്റ്റമേഴ്സ് മൈൻഡ് എന്നതാണ്. അവരെന്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അവർ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് എന്ത് ഓർമ്മ വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ബ്രാൻഡ് പൊസിഷനിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പൊസിഷനിങ്ങിൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു പൊസിഷൻ യു. ഇറ്റ് ക്യാൻ ബി അറൗണ്ട് പ്രൈസിങ്, ചീപ്പ് പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റുള്ള പ്രൊഡക്റ്റാണ്, പ്രീമിയം പ്രൊഡക്റ്റാണ്, ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റി ആണ്, ഡ്യൂറബിൾ ആണ്, ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും നിഷിനെ കുറിച്ചായിരിക്കാം മേ ബി എ പൊസിഷനിങ്. ഇപ്പോൾ നമ്മൾ ചില പ്ലാറ്റ്ഫോംസ് പറയുമ്പോൾ പറയാറില്ല ദേ ആർ ഫോർ ക്രിയേറ്റേഴ്സ്, അല്ലെങ്കിൽ ദേ ആർ ഫോർ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ദേ ആർ ഫോർ വുമൺ, അല്ലെങ്കിൽ ദേ ആർ ഫോർ Tier 2. അങ്ങനെയുള്ള നിഷുകളും നമുക്ക് ബ്രാൻഡ് പൊസിഷനിങ്ങിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫിലോസഫീസ് ആയിരിക്കാം, ദേ ആർ എത്തിക്കൽ, അല്ലെങ്കിൽ ദേ ആർ കാർബൺ ഫ്രീ, അല്ലെങ്കിൽ ദേ ആർ സസ്റ്റൈനബിൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയും നമുക്ക് പൊസിഷൻ ചെയ്യപ്പെടാം. അപ്പം ബേസിക്കലി നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് എന്ത് ഓർമ്മ വരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ക്രെഡ് എന്നുള്ള എക്സാമ്പിൾ എടുക്കാം. ക്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഒരു പ്രീമിയം എന്നുള്ള ഫീലിംഗ് ആണ്. അപ്പം ബേസിക്കലി ക്രെഡിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് എപ്പോഴും അവർ ഒരു വേറെ ക്രീമി ലെയറിലുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ഇൻകം ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അത്തരം ആളുകളുടെ ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിലുള്ള ഒരു പൊസിഷനിങ് ആണ് ക്രെഡിന് വരുന്നത്. അതുപോലെ തന്നെ ക്രെഡിൻ്റെ ആപ്പ് അവരുടെ UI ഒക്കെ അതുമായിട്ട് അലൈൻഡ് ആണ് ആക്ച്വലി.
ഇനി വേണമെങ്കിൽ പൊസിഷനിങ്ങിൻ്റെ ഒരു കോൺട്രാസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിം ഇൻഡസ്ട്രിയിലെ 2 ബ്രാൻഡ്സിന് എടുക്കും. ഇപ്പം ലെറ്റ്സ് എ നൈക്കി ആൻഡ് ഡിക്കാത്ലോൺ. ഇപ്പം നൈക്കിയും ഡിക്കാത്ലോൺ എടുക്കുമ്പം രണ്ടും സ്പോർട്സ് വെയർ ബ്രാൻഡ്സ് ആണ്, അല്ലെങ്കിൽ സ്പോർട്സ് വെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. പക്ഷേ നമ്മൾ നൈക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആസ്പിരേഷണൽ അല്ലെങ്കിൽ ഇൻസ്പിരേഷണൽ എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഡിക്കാത്ലോൺ എടുക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലേക്ക് വരിക, ഒരു വർത്തി ഫോർ മണി, ചീപ്പ് എന്നുള്ളതല്ല, ബട്ട് വർത്തി ഫോർ മണി എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും വരിക. അപ്പം ബേസിക്കലി ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ 2 ബ്രാൻഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് ഫീലിങ്ങിനെയാണ്. ആ ഫീലിങ്ങിനെയാണ് നമ്മൾ ആക്ച്വലി പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ, വാല്യൂ പ്രപ്പോസിഷനും പൊസിഷനിങ്ങും, അതിന് ഞാനൊരു ഫോർമുല പറയാം. ആദ്യം വാല്യൂ പ്രപ്പോസിഷൻ്റെ ഫോർമുല പറയുകയാണെങ്കിൽ, ഫോർ സ്പെസിഫിക് കസ്റ്റമർ സെഗ്മെൻറ്റ് ഹൂ സ്ട്രഗിൾസ് വിത്ത് സ്പെസിഫിക് പെയിൻ വി ഓഫർ ഡാഷ് സൊല്യൂഷൻ ദാറ്റ് ഡെലിവേഴ്സ് എ കീ ഔട്ട്കം ബെറ്റർ ദാൻ കറണ്ട് ആൾട്ടർനേറ്റീവ് ബിക്കോസ് യൂണിക് അഡ്വാൻറ്റേജ്. ഈ ഒരു മേ ബി ഇതിൽ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു അടിപൊളി വാല്യൂ പ്രപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ എട്ടെക്കിൽ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ടീമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലയിലേക്ക് ഞാൻ എട്ടെക്കുന്നൊരു കാര്യം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ലുക്ക് ലൈക്ക് ദിസ്. For serious NEET aspirants in Tier 2 and 3 cities who are overwhelmed with coaching notes, we offer a gamified revision app that delivers 10x faster recall in the last 60 days, better than traditional coaching homework because we focus only on high yield questions and spaced repetition. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആ വാല്യൂ പ്രപ്പോസിഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമ്മൾ പൊസിഷനിങ് എപ്പോഴും നമുക്കൊരു 1 ലൈനിൽ വെരി ഷോർട്ടായിട്ട് പറയാൻ പറ്റണം. ആൻഡ് മേ ബി വേറൊരു ബ്രാൻഡിനെ യൂസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾസ് വെച്ച് പറയാം. ലൈക്ക് വി ആർ ദി എക്സ് ഓഫ് വൈ ഫോർ ഇസെഡ് എന്നുള്ളതിന് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി യു ക്യാൻ ടെൽ യുവർ സ്റ്റാർട്ടപ്പ് ലൈക്ക് or you explain like we are the Meesho of local services for small town India. We are the Zerodha of mutual funds for first time investors. So this gives investors and customers a quick metal anchor, right? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു വാല്യൂ പ്രപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബ്രാൻഡ് പൊസിഷനിങ് ഒക്കെ ചെയ്യേണ്ടത്. ഇതും നമ്മുടെ GTMൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി ഇത് ചെയ്യുമ്പോൾ ആളുകൾ വരുത്തുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് വരുത്തുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. അതിൽ ഫസ്റ്റ് തിങ് ഈസ് ഇറ്റ് ബിക്കംസ് ടു ബ്രോഡ് എന്നുള്ളതാണ്. സോ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഹെൽപ്പ് ഓൾ SMEs വിത്ത് ദെയർ ഫിനാൻസസ് എന്ന് പറയുമ്പം അതിലൊരു നിഷില്ല. എപ്പോഴും നിഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മേ ബി ഫോർ ഏജൻസീസ്, അല്ലെങ്കിൽ ഫോർ ക്ലിനിക്സ്, അല്ലെങ്കിൽ ഫോർ സ്പെസിഫിക് സെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഭയങ്കര ഫീച്ചർ ഹെവി ആവുന്നതും ഔട്ട്കം പുവർ ആവാനും അത് ആളുകൾക്ക് മനസ്സിലാവാതിരിക്കാനും വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വി ഓഫർ ഓട്ടോമേഷൻസ്, AI വർക്ക് ഫ്ലോസ്, ഡാഷ്ബോർഡ്സ് എന്നൊക്കെ പറയുമ്പം കസ്റ്റമർ മേ ബി ലൈക്ക് സോ വാട്ട്, അതിനെനിക്കെന്താ എന്നുള്ളൊരു മൂഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്കായി. അതുപോലെ തന്നെ മീ ടു പൊസിഷനിങ് എപ്പോഴും തെറ്റുക. വി ആർ ആൾസോ എ ലേണിംഗ് ആപ്പ്, അല്ലെങ്കിൽ വി ആർ ആൾസോ എ D2C ബ്രാൻഡ്, അല്ലെങ്കിൽ വി ആർ ആൾസോ എ ടെക് സൊല്യൂഷൻ ഫോർ എന്നൊക്കെ പറയുന്നത് അത് എപ്പോഴും വൈ യു അല്ലെങ്കിൽ വൈ എസ് എന്നുള്ള ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ വൈ നോട്ട് ദിസ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാത്ത രീതിയിലായി മാറും. അതുപോലെ തന്നെ ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മുടെ പൊസിഷനിങ് മാറുന്നതും ഒരു വളരെ വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം കസ്റ്റമേഴ്സിന് അത് ഭയങ്കര കൺഫ്യൂസ് ആക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫൗണ്ടേഴ്സിന് ഞാൻ കണ്ടുവരുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ്. ഈ മിസ്റ്റേക്സ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സെയിൽസ് ചാനൽസ് ആണ്. നമ്മൾ സെയിൽസ് ചാനൽസ് ചൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് ചാനൽസിലൂടെയാണ് നമുക്ക് ഈസിലി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സെയിൽസ് ചാനൽസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു സെയിൽസ് ചാനൽ ചൂസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു സെയിൽസ് ചാനൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ചാനലിൽ നമ്മൾ ഷോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.